എടാ മോനെ, അമ്മ നിന്റെ സ്കൂളിലോട്ട് പോവുക. കുഞ്ഞിനെ പുറത്താക്കിയതിൻ്റെ കാര്യം എന്താണെന്നൊന്നും അറിയണമല്ലോ. ഇന്ന് രണ്ടാളൊന്നും അറിയാതെ അമ്മച്ചി ഈ വീട്ടിലോട്ട് തിരിച്ചു വരത്തില്ല. എന്തായാലും ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. അമ്മ പോയിട്ട് വരാം. അച്ചോ മോനെ, അമ്മ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ എടുത്ത് മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ ഇടയ്ക്ക് വിശക്കുമ്പോൾ എടുത്ത് അതൊക്കെ കഴിക്കണേ. ചായയും വെള്ളവും എല്ലാം മൂടി വെച്ചിട്ടുണ്ട്, കുടിക്കണേടാ. അല്ല പ്രദീപ്, എൻ്റെ മോനെ മാത്രമല്ലല്ലോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. വേറെ ഒരു 5-6 പിള്ളേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേരൻസിനെ ഒക്കെ വിളിച്ചിട്ടുള്ള ഈ മീറ്റിങ്ങിന് ഞാൻ അങ്ങോട്ട് പോകുക. എനിക്കതല്ല അറിയാൻ മേലാത്തത്. എൻ്റെ കുഞ്ഞ് ഇന്ന് വരെ ഒരു തല്ലിനോ വഴക്കിനോ അടിപിടിക്കോ എന്തിനെങ്കിലും പോകുക വായിന്നൊരു ഉറച്ച വർത്താനം വരെ എന്തെങ്കിലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നിട്ടാണ് ആ കൊച്ചിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ന് ആ സ്കൂളിൽ ചെന്ന് 2 വർത്താനം പറഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. ആ സ്കൂളിൽ ചെന്നിട്ട് എൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുപ്പിക്കാതെ സ്കൂളിൽ നിന്ന് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറത്തില്ല. അതെനിക്കിന്ന് അറിയണമല്ലോ എന്താണെന്ന്. എന്തായാലും ഞാനിന്ന് പോയിട്ട് വരട്ടെ. നല്ല മുതലാ. ഇതുപോലത്തെ ഒരു തലതെറിച്ച ചെറുക്കൻ ഈ ലോകത്തുണ്ടായില്ല. നല്ല മരുന്നാടി. ആ സ്കൂളിലെ സകല പിള്ളേരും തലമണ്ട അടിച്ച് പൊടിച്ചിട്ടാണ് അവരെ ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത്. കൂട്ടത്തല്ലായിരുന്നു ആ സ്കൂളിൽ. ഞാൻ അറിഞ്ഞായിരുന്നു കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ മക്കൾ എന്ത് നല്ല പിള്ളേരാ. 2 സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേർക്കും 2 ഫോണും കൊടുത്ത് ആ മുറിയിലെടുത്ത് വാലടച്ച് അങ്ങോട്ട് പൂട്ടും. അതാകുമ്പോൾ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഗെയിമോ വീഡിയോസൊക്കെ കണ്ട് അവിടെ ഇരുന്നോളുമല്ലോ. ഈ കൊച്ചിനെ പോലെ ഒന്നുമല്ല. ഇവനെയൊക്കെ പുറത്തല്ലാക്കേണ്ടത്, അകത്താക്കിയിടണം മരുന്നിനെയൊക്കെ. അവർ പറയണേട്ടില്ലേ? ഏടാ, നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ മക്കളെ ഞാൻ എവിടെയെങ്കിലും പറമ്പിൽ പോലും കളിക്കാൻ വിടുന്നേ? പുറത്ത് വിട്ടാലല്ലേ കുഴപ്പമുള്ളൂ. ഇതുപോലെ 2 ഫോൺ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് ഒന്നും അറിയണ്ട. ആദ്യം പിടിക്കണ്ടല്ലോ കിടന്ന്. എല്ലാം കണക്കാ. ഇതൊക്കെ എന്താവോ എന്തോ. ഹലോ, സാർ പോലീസ് സ്റ്റേഷനില്ലേ? സാർ സ്കൂളിൽ നിന്നാണ്, HM ആണ്. സാറേ, ഞാനേ ഇന്ന് ബാത്റൂമിൽ നിന്നൊരു പുക തന്നെ കണ്ട്. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് നോക്കിയതാണ്. പക്ഷെ അവൻ കഞ്ചാവ് അടിച്ച് ഇവിടെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ചോദ്യം ചെയ്തപ്പോൾ അവൻ എന്നോട് ചോദിക്കണ ആരാണെന്ന്. അപ്പോൾ അവൻ എൻ്റെ കൂട്ടുകാരെയും കൂടി വിളിച്ചുകൊണ്ട് വന്നു. വൈകുന്നേരം എൻ്റെ കൈയും കാലും പെട്ടു എന്നാണ് പറയണത്. സാറ് വൈകുന്നേരം എന്നെ ഒന്നും വീട്ടിലേക്ക് ആക്കി തന്നെ. ബാബു സാർ ഇപ്പം എൻ്റെ കൂടെ ഉണ്ട്. ഓക്കെ സാർ, ശരി സാർ, ഓക്കെ. സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ച സാറ് കാണിച്ചത് മോശമായി പോയി. ഞാൻ എന്താ കാണിച്ചത്? ആ വീഡിയോ കളിച്ചെന്നും പറഞ്ഞ് എന്തിനാണ് അച്ഛൻ വിളിച്ചോണ്ടിരാൻ പറഞ്ഞത്? പിന്നെ പിള്ളേർ 7ാം ക്ലാസ് പഠിക്കണവരൊക്കെ ഇരുന്ന് ക്ലാസ് റൂമിലിരുന്ന് വീഡിയോ വലിക്കുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ? നമ്മൾ പിള്ളേരുടെ താളത്തിനൊത്താണ് തുള്ളി കളിച്ചാൽ മതിയായിരുന്നു. എൻ്റെ ബാബു സാറ് കാണിക്കണ പോലത്തെ ഞാനൊരു HM ആണ്. ഞാനിവിടെ നിന്ന് പോകാൻ 6 മാസമേ ഉള്ളൂ. അതിന് മുമ്പ് എനിക്ക് എൻ്റെതായ കാര്യം നോക്കണ്ടേ? 6 മാസം കൊണ്ട് മാഷ് കഷ്ടപ്പെട്ട്. ഞാനാണ് ഇവിടെ കിടന്ന് എത്ര വർഷം? 7 വർഷം കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ ബാബുസാറിൻ്റെ കാലത്ത് എന്തായിരിക്കും ഇവിടെ? ഞാൻ അതല്ല ഇങ്ങനെ താളം തള്ളി നിൽക്കണത്. അവർ പറയണ അവർ ഒരു പുക തന്നെ വലിച്ചോളാൻ പറഞ്ഞാൽ അപ്പം തന്നെ വലിച്ചിട്ട് ഞാൻ പോകും. ഞാൻ ആദ്യമല്ല. നമ്മളങ്ങനെ ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. നമുക്ക് ശമ്പളം കിട്ടിയാൽ പോരെ മാഷേ. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പുതിയ തലമുറേനെ വാർത്തെടുക്കേണ്ടത്. പുതിയ തലമുറ നന്നായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഒരു സിനിമക്ക് വീട്ടിൽ പറയാണ്ട് സിനിമക്ക് പോയി കഴിഞ്ഞാൽ അന്ന് രാത്രി വീട്ടിൽ കയറ്റില്ല. അറിയാണ്ട് അങ്ങനെ ഒരു വീഡിയോ വലിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. ഇപ്പം അതൊന്നും വലിയ വിഷയമല്ല. ഇപ്പം MDMA ആണ്. ഇപ്പം കള്ളും കഞ്ചാവും അണക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഈ MDMA മേലിലുള്ള സാധനം വരണം. അപ്പോൾ MDMA ഒന്നും അല്ലാണ്ടാവും. അപ്പോൾ അച്ഛൻ ഉപയോഗിക്കണ MDMA എടുത്ത് മകൻ എടുത്തുകൊണ്ട് പോകും, മകൻ്റെ MDMA അച്ഛൻ എടുത്തുകൊണ്ട് പോകും. കാലത്തിനൊത്ത് അങ്ങനെ മാറി മാറി പോകും. ഒരു അധ്യാപകനാണോ നിങ്ങൾ? ഇവിടെ ഞാനിപ്പോഴും എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കണ്ടു കഴിഞ്ഞാൽ മുണ്ടടിച്ചിടും. തനിക്കറിയും? അതെ അതെ, അതാണ് നമ്മുടെ പഴയ തലമുറ. നമ്മുടെ അധ്യാപകരെ കണ്ടാൽ നമ്മൾ മുണ്ടടിച്ചിടും. ഇപ്പോഴത്തുള്ള പിള്ളേരെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരെ കാണുമ്പോൾ നമ്മൾ മുണ്ടടിച്ചിരുന്നു. അതിനാണ് പാൻറ്റിട്ട് നടക്കണം. അപ്പോൾ അഴിക്കണ്ടല്ലോ. പിള്ളേരോടാണെങ്കിൽ ഒന്ന് രൂക്ഷമായിട്ട് നോക്കാനും പറ്റണില്ല, വടിയെടുത്ത് അടിക്കാനും. മാഷ് 2 പ്രാവശ്യം ബെല്ലടിക്കണ്ടായിരുന്നില്ല? ഞാൻ 10 മണിക്ക് ബെല്ലടിച്ച്, അപ്പോഴും ഒറ്റെണ്ണം കയറിയിട്ടില്ല. 10:30 ഞാൻ 10:10 ഞാൻ ഒന്നും കൂടി കൊടുത്തു നോക്കി, അപ്പോഴും കയറുന്നില്ല. നമുക്ക് വിളിക്കാനല്ലേ പാടുള്ളൂ. ഇപ്പം അവരുടെ കയ്യിലാണ്. ഇപ്പോൾ
ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ കൂടി സ്കൂട്ടറിന് പോരുമ്പോൾ അമ്മണി ടീച്ചർ വഴിയിൽ നിൽക്കണം. അപ്പോൾ അമ്മണി ടീച്ചർ അവിടെ നിൽക്കണോണ്ട് ഞാൻ ഒന്ന് എൻ്റെ വണ്ടിക്കകത്ത് ഞാൻ കയറ്റിക്കൊണ്ട് പോരുകയും ചെയ്തു. ആ കുരുത്തം കെട്ടവൻ ബാത്റൂമിൽ എഴുതിയിട്ടുണ്ടല്ലോ ഞാൻ പ്ലസ് അമ്മണി ടീച്ചർ സമം ഹണിമൂൺ എന്ന് പറഞ്ഞു. അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ. നീയും പയ്യനോട് പയ്യന ഈ സാറ് വിളിക്കാനുണ്ട്. എടോ, മക്കളെ വളർത്തുമ്പോൾ ഒന്നുള്ളെങ്കിലും ഒലക്കെ കടിച്ച് വളർത്തണം. നിങ്ങൾ ഉഴപ്പാൻ വേണ്ടിയല്ലല്ലോ ഈ വിദ്യാലയത്തിലേക്ക് വിടണത്. അല്ല സാർ, ഫുൾ ടൈം ഞങ്ങൾ അധ്യാപകർ നോക്കുമെന്നും പറഞ്ഞുള്ള ഒരു ജാഗ്രതയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണ്ട. മക്കളെ നിങ്ങൾ നോക്കണം. ഇവനിപ്പോൾ ഈ തിങ്കളാഴ്ച വന്ന ചൊവ്വാഴ്ച വരില്ല, ബുധനാഴ്ച വന്ന വ്യാഴാഴ്ച വരില്ല. അത് മാത്രമല്ല, ഇവൻ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഫുൾ ടൈം ബാത്റൂമിൽ ഇരിക്കുക, അവിടെ നിന്ന് പോക്കുക, എന്തൊക്കെയാണ്. ഇനി MD ആണോ MD ആണോ ഒന്നും നമുക്കറിയില്ല. വഴിതെറ്റി പോകാതിരിക്കാനാണ് നിങ്ങൾ വിളിച്ചത്. നിങ്ങളൊരു അച്ഛനല്ലേ? അതെ അതെ. അപ്പൊ നിങ്ങളുടെ മകനെ നിങ്ങൾക്ക് നിർവഹിക്ക് നടത്തണ്ടേ? തീർച്ചയായിട്ടും. എന്നാടോ ഇതൊക്കെ? അത് കൂട്ടുകെട്ട് കൊണ്ട് പറ്റി പോകുന്നതാണ് ഈ സംഭവം. കൂട്ടുകെട്ടിലെ കൂടെ പറ്റുന്നതാ. പറഞ്ഞേട്ടാ, നിങ്ങൾക്ക് ജ്ജോലി എന്താ? ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ. ഓട്ടോറിക്ഷ അതെ അതെ അതെ. വിഷമിച്ച് തെന്നിച്ച് എത്രയോ പാവം ഒരുപാട് അല്ലേ? അതെ സാർ. എന്നിട്ടാണ് ഇവനെ ഈ മുട്ടാളനായിട്ട് ഇങ്ങനെ വളർത്തിയേക്കണം. കേട്ടടാ, ഇത് കേട്ടാ നീ? ഇപ്പം ഞാനിപ്പോ പറഞ്ഞ സാറിന്റെ അടുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രം സാർ ഇപ്പൊ മുന്നിൽ ഇവിടെ കയറ്റും, ക്ലാസ്സിൽ കയറ്റും. അറിയാമോ? ആര് കയറ്റും? ആര് കയറ്റും? അല്ല സാർ, ബാലൻ സാറ് കയറ്റും ഇവിടെ ക്ലാസ്സിൽ. ഇവിടെ കയറ്റൂല്ലോ സാർ. ഒന്ന് പ്ലീസ് ഒന്ന് പറയാം. അതിൽ ഭാഷയാണ് തീരുമാനിക്കണം. ഇവിടെ കയറ്റില്ല. അല്ല സാറേ, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അല്ല, ഇവിടെ കയറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കിയേക്കണം. ഇല്ല, ഇവനെ സാറ് നല്ലൊരു പയ്യനാണ്, നല്ല രീതിയിൽ സാർ ഒന്ന് ഒരു ചാൻസ് സാർ കയറ്റും കേട്ടോ. സാർ കയറ്റും. കയറ്റും. പേരെന്താ പറഞ്ഞു? എന്റെ പേര് ബാബു. ബാബു. ബാബുവിന്റെ മോന്റെ പേരെന്താ? മോന്റെ പേരെന്താ? മോന്റെ ബിനു 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 മനു മനു. മനു. വേറെ പേരുണ്ടോ? വേറെ ഉണ്ടോ പേര്? വേറെ മനു സ്നേഹം കൊടുത്ത ബിനു എന്നാണല്ലോ വിളിക്കുന്നത്. ബിനു എന്ന് വിളിക്കും നമ്മൾ. ഇവിടെ ഇപ്പൊ എന്താണ് സ്കൂളിലിട്ടേക്കണ പേര്? സ്കൂളിലിട്ടേക്കണ പേരെന്ത്? സ്കൂളിൽ ഇപ്പൊ മനു. മകന്റെ പേരെന്താന്ന് മാത്രം ഞാൻ ചോദിച്ചു. ശ്വാസം വിട്ടിട്ട് കാര്യമില്ല. സാറേ, ഇതുപോലുള്ള പരിപാടിക്ക് വരുമ്പോ, വാടകക്ക് വരുമ്പോ അതൊരു അബദ്ധം പറ്റിയത്. മകന്റെ പേര് കൂടി ചോദിച്ചു വെച്ചാ. അല്ല, ഒരു 2 വാടക തരാന്ന് പറഞ്ഞു. ഒറ്റ ഓട്ടത്തിന് 2 വാടക തരാന്ന് പറഞ്ഞിട്ട് വന്നാണ്. ക്ഷമിക്കണം പ്ലീസ്. ഒരു അവസരം സ്റ്റേഷനിലേക്ക് വേണ്ട വേണ്ട വേണ്ട. നിന്നെ കൊലക്കോട് കൂടാ നീ സാറേ, പ്ലീസ്. ബാല സാറേ, ഒന്ന് പ്ലീസ്. ഇല്ല സാർ, ഇങ്ങനത്തെ പരിപാടി ഇല്ല ഇല്ല, ഭാഗത്തേ ഇല്ല. ഇല്ല സാർ, പോയില്ലേ. പോയിക്കോളാം. എനിക്ക് കിട്ടിയ കാശ് മേടിച്ച് ഒന്നും കിട്ടിയില്ല. എന്തിനാണോ ഈ പണിക്ക് കിടക്കണം? ഇതാണ് അവന്റെ നിന്റെ അച്ഛനെ എനിക്കൊന്ന് കാണാം, നിന്റെ വീട് എനിക്കൊന്ന് കാണണം. നമ്മുടെ ഒരു വിദ്യാലയം എന്ന് പറഞ്ഞ മാതൃകാ വിദ്യാലയമായിട്ട് കൊണ്ടുവരാനാണ് നമ്മുടെ ശ്രമം. അതിനകത്ത് മാതാപിതാക്കളും അധ്യാപകരും മാനേജ്മെൻറ്റും പ്രിൻസിപ്പാളും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാതാപിതാക്കളായ നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. കാര്യം കലിപ്പായ, അലമ്പാക്കിയ, അല്ലെങ്കിൽ സെൻറ്റ് ഓഫിൻ്റെ അന്ന് വിപ്ലവം ഉണ്ടാക്കിയ കുട്ടികളുടെ മാതാപിതാക്കളെ മാത്രമാണ് നമ്മൾ വിളിച്ചേക്കണം. അപ്പം നിങ്ങളുടെ മക്കളെ ഒന്ന് ഉപദേശിക്കണം എന്നതാണ് നമ്മുടെ ഒരു പ്രധാന തീരുമാനം. സാറേ, അതെ, നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ കുട്ടികളെ പഠിക്കാൻ അല്ല ഞാൻ പറയണതേ, നമ്മൾ കുട്ടികളെ പഠിക്കാനാണല്ലോ സ്കൂളിലേക്ക് വിടണേ. അതെ, അങ്ങനെയാണ്. അത് പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരുടെ, അവർക്ക് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് അധ്യാപകരുടെ ഒരു ധർമ്മമാണ്. അപ്പോൾ അത് പിള്ളേർ അതിൻ്റെ മേളിലേക്ക് പോയാൽ പിന്നെ സാറേ, ഈ പറഞ്ഞ പോലെ കുട്ടികളല്ലേ, അവർ ഓടും ചാടും വഴക്കിടും തമ്മിൽ തല്ലും ഒരു വീഡിയോ വലിക്കും. അതൊന്നും വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാനും ഒക്കെ പഠിച്ചിരുന്ന കാലത്ത് നമ്മൾ സത്യത്തിൽ ഒരു പറമ്പിലൊരു തേങ്ങാ പോലും വെക്കൂല. അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്, ക്ലാസ്സിലും കയറാറില്ല. അല്ല, ഞങ്ങൾ അധ്യാപകരാണ്. ഞങ്ങൾ അധ്യാപകരെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കാൻ വരുന്നവരാണ്. അല്ല അതെ സാറേ, നമ്മളിപ്പോൾ അങ്ങനെ ഒരു അറിവ് മോശത്തിനായിട്ട് ചെല്ലുമ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ വരുവാണല്ലേ. അല്ല, അതിപ്പോൾ ന്യൂജൻ പിള്ളേരല്ല, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം സാറാണെങ്കിലും കഴിഞ്ഞ ദിവസം എൻ്റെ മകനെ ഇങ്ങനെ കൈവച്ച് ശപിക്കുകയോ പ്രാകുകയോ എന്തൊക്കെ. അല്ലല്ല, അത് പറഞ്ഞപ്പോൾ ഒരു അച്ഛൻ നിലയ്ക്ക് എനിക്കത് ഫീൽ ചെയ്തു. പിള്ളേരാണ് സാറേ, അവരുടെ ഭാഗത്ത് ചെറിയ തെറ്റൊക്കെ ഉണ്ടാവും. ശപിച്ചതല്ല മിസ്റ്റർ,
അത് ശപിച്ചതല്ല. നമ്മൾ പിള്ളേരോട് പറഞ്ഞു, നമ്മൾ വരുമ്പോൾ അധ്യാപകർ വരുമ്പോൾ എഴുന്നേൽക്കണം, ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. മകനത് എഴുന്നേറ്റില്ല, അവൻ മാത്രം. ബാക്കി 39 പിള്ളേരും അവിടെ ഇരുന്ന് എഴുന്നേറ്റു. അപ്പം ഞാൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിച്ചു. മുതിർന്നവർ വരുമ്പോൾ അവരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം, അവർ വരുമ്പോൾ ആദരിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. കാര്യം ഇല്ലെങ്കിൽ വയസ്സാകുമ്പോൾ നമ്മൾ അനുഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞ ഡയലോഗാണ് എനിക്ക്. അവർ തന്നെ എന്നോട് പറഞ്ഞത്, സാറ് പണ്ട് ഈ മുതിർന്നവരെ കണ്ടിട്ട് ബഹുമാനിക്കാതെ ആദരിക്കാതെയും ചെയ്യാൻ്റെ ഫലമാണ് സാർ ഇപ്പം അനുഭവിച്ചത്. മനസ്സിലായേ? സാറേ അവരോട് കൊടുത്താൽ കൊല്ലത്തും കിട്ടുവേ. നമ്മളിപ്പം ആരാണ് ഈ ബാലമാഷ്? ഞാനാണേ. സാർ എന്ത് കാര്യത്തിന് എൻ്റെ കൊച്ചിനെ ക്ലാസ്സിൽ നിന്ന് പുറത്തിറക്കിയത്? അവൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നിരുന്ന ഉറക്കം മാത്രമാണ്. ഉറങ്ങുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ. സാർ ആവർത്തനം പറയരുത്. സാറാണോ പറഞ്ഞത് കൊച്ചുങ്ങളോട് ഉറക്കളിച്ച് പഠിക്കണമെന്ന്? ആ കൊച്ചു നേരം വെളുക്കോളം ഉറക്കളിച്ച് പഠിച്ചിട്ട് അതിന് ഉറക്കം വന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഉറങ്ങണ്ടേ? രാത്രി അവൻ പഠിക്കും, പകലുറങ്ങണ്ടേ? അപ്പോൾ അവനിവിടെ വന്ന് ഉറങ്ങണം. അവൻ വരുന്നത് തിങ്കളാഴ്ച വന്നാൽ ചൊവ്വാഴ്ച വരാറില്ല, ചൊവ്വാഴ്ച വന്നാൽ ബുധനാഴ്ച വരാറില്ല. എങ്ങനെ വരും? സാറല്ലേ പറഞ്ഞിട്ടുള്ളത് അന്നന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ അന്നന്ന് പഠിക്കണമെന്ന്. അപ്പോൾ സാറ് ഇന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവൻ പിറ്റേ ദിവസം ലീവ് എടുക്കും, വീട്ടിലിരുന്ന് പഠിക്കും. അല്ല, അത്രയ്ക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ അവൻ എക്സാമിന് പാസ്സാകണമല്ലോ. മോഡൽ എക്സാമിന് എല്ലാത്തിനും തോറ്റുപോയില്ലേ? അതെങ്ങനെ പാസ്സാകും സാറേ? ആ കൊച്ചു വരാത്ത ദിവസം സാറെടുത്ത പാഠഭാഗത്തിലെ ചോദ്യങ്ങളല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. അപ്പം അതെങ്ങനെ പരീക്ഷ എഴുതും? അതിനറിയാമോ? അല്ല, എനിക്കൊരു അധ്യാപകൻ എന്ന രീതിയിൽ എനിക്ക് അവരോടൊരു ഇത് വേണ്ടേ? നമ്മളതിനല്ലേ, നമ്മളിത് വിദ്യാലയമല്ലേ. സാറ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് പിള്ളേർക്ക് മനസ്സിലാകുന്ന രീതിക്ക് പറഞ്ഞു കൊടുക്കണം. ഉറക്കളച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി നേരം ഇരുന്ന് പഠിച്ചിട്ട് ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അന്നന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം രാത്രി വരെ ഇരുന്ന് പഠിക്കുക, പിറ്റേ ദിവസം സ്കൂളിൽ വരണമെന്ന് പറഞ്ഞു കൊടുക്കണം. അന്നേരം എല്ലാ ദിവസവും വന്നിരുന്നെങ്കിൽ കൊച്ചുങ്ങൾ പാസ്സായി പോയേനെ. നമ്മളെ തെറ്റുകാർ സാറെ. പഴയ കാലഘട്ടമൊന്നുമല്ല, പുതിയ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റേതായ രീതിയുണ്ട്. സാർ എന്തിനാണ് എൻ്റെ മോനെ പുറത്ത് നിർത്തിയത്? എന്നിട്ട് നീ അച്ഛനെ വിളിച്ചോണമെന്നൊരു ക്ലാസ്സിൽ കയറിയാമെന്ന് പറഞ്ഞു. അച്ഛനാണല്ലോ പറയേണ്ടത്. അച്ഛൻ വരുമ്പോഴാണല്ലോ നമുക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ല, എന്താ സാർ കാര്യം എന്താണ്? അല്ല, പഠിക്കുന്നില്ല, മാത്രമല്ല ഉഴപ്പമാണ്. ഞാൻ പഠിപ്പിക്കണ മേശക്കടിയിലിട്ട് മാത്രമല്ല അവൻ ഈ മിഠായി വിതരണം ചെയ്യുന്നു. സാറേ, അവൻ്റെ ബർത്ത്ഡേക്ക് മിഠായി വിതരണം ചെയ്യണത് എന്താ തെറ്റ്? എന്നും ബർത്ത്ഡേ ഉണ്ട്, അത് കഴിച്ചിട്ടുള്ള കുട്ടികൾ മന്നിച്ച് നിൽക്കുക. അതുകൊണ്ട് സാറിപ്പോൾ പറഞ്ഞു വരുന്നത് എൻ്റെ മകൻ വല്ല മയക്ക് വരുന്നതായിരിക്കും. സാർ അങ്ങനെയാണെങ്കിൽ ആദ്യം ഇവിടുത്തെ അധ്യാപകർ നന്നാവണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ഇവിടെ പഠിപ്പിക്കുന്ന അധ്യാപകൻ ആ മൂലക്ക് നിന്ന് ഇഞ്ചക്ഷൻ ചെയ്യണ്ടല്ലോ സാറ്. ആ പേരൊന്നും എനിക്കറിയാൻ പാടില്ല, അതവിടെ ഇപ്പം ഉണ്ടാ സാർ. എടോ, ഈ ഷുഗർ കൂടിപ്പോയിട്ട് ഇൻസുലിൻ കുത്തിവെക്കാൻ വേണ്ടി പോയതാ. ഇൻസുലിൻ കുത്തിവെക്കാൻ ഇതൊക്കെയല്ലേ സാറേ പിള്ളേർ കണ്ട് പഠിക്കണത്. സാറേ, ഞാൻ ഒരു കാര്യം പറയാം. കാരണം ഇത് പണ്ട് എൻ്റെ വിദ്യാഭ്യാസം ഇതുപോലെയാണ് നിന്ന് പോയത്. ഞാനൊന്ന് തോറ്റേന് അദ്ദേഹം പറഞ്ഞു, നീ ഇനി വീട്ടിൽ പോയി അച്ഛനെ വിളിച്ചുകൊണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതിയെന്ന്. ഈ വിവരം ഞാൻ അച്ഛനോട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ എന്താ പറയുന്നത് അറിയാമോ? 1 വർഷം നിന്നെ പഠിപ്പിച്ച അധ്യാപകനുണ്ടല്ല, അയാളെയും കൂട്ടി നീ ഇനി വീട്ടിലേക്ക് പോകാം, എന്നിട്ട് നീ വീട്ടിലേക്ക് കയറിയാൽ മതിയെന്ന്. അന്ന് നിന്നാണ് സാർ എൻ്റെ പഠിപ്പ്. അതുപോലത്തെ ഗതി എൻ്റെ കൊച്ചിന് സാർ വരുത്തല്ലേ. അതെ, ഈ വിജയകുമാറിന്റെ അച്ഛനോട് എനിക്കൊരു കാര്യം ചോദിക്കാം. നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല വരുന്നത്. വിജയകുമാറിനോട് ഞാൻ ചോദിച്ചു ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ മറുപടി പറഞ്ഞത് എന്താ വെച്ചാലേ, കുറച്ച് അരിപ്പൊടി എടുക്കണം, നനക്കണം, എന്നിട്ട് ഒരു പുട്ടുകുറ്റിക്കകത്ത് ഇടണം, അതിന് ഇൻപുട്ട്. അത് വെന്ത് കഴിയുമ്പോൾ പുറത്തേക്ക് തള്ളുന്നതിന് ഔട്ട്പുട്ട് എന്ന്. ഇങ്ങനെയാണോ മറുപടി പറഞ്ഞത്? അതിന് പിന്നെ വേറെ എന്താ പറയേണ്ടത്? അല്ല, വേറെന്താ പറയേണ്ടെന്ന് കൂടെ അങ്ങനെയാണോ സാറേ? ഞാൻ ചോദിക്കണതല്ല, ഞാൻ ആ പുട്ടിന്റെ ഞാൻ ഒറ്റൊരു കാര്യമല്ലേ ചോദിച്ചോളൂ സാറിനോട്. ഇൻപുട്ടും ഔട്ട്പുട്ടും അവൻ പറഞ്ഞ പുട്ട് പുറത്തേക്ക് വരുന്നത് ഔട്ട്പുട്ട് ശരിയല്ലേ? അതിലെന്താ തെറ്റ് സാറേ? ഞാൻ ആ പുട്ടല്ലെന്ന് ചോദിച്ചത്, ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുട്ട് പറയുമ്പോ പുട്ടിന്റെ കാര്യമല്ലേ പറയണം? പിന്നെ വേറെ ആ പുട്ടല്ലേ ചോദിച്ചെന്ന് പറഞ്ഞ പിന്നെ ഏത് പുട്ടാ? ഹോട്ടൽ സപ്ലൈ മറ്റേ ഇതിന്റെ അതിന്റെ അല്ല, അങ്ങനെയല്ല സാറ് പഠിപ്പിക്കണം. അവ പിള്ളേർക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾ ഈ പിള്ളേരെ ഇരുന്ന് പഠിപ്പിക്കണല്ലേ? നിങ്ങൾക്ക് ശമ്പളം കിട്ടണല്ലോ? പിള്ളേരിരുന്ന് പഠിക്കണ പിള്ളേർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അല്ല, പിള്ളേർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അവരിരുന്ന് ബോറടിക്കല്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും എൻജോയ്മെന്റ് വേണ്ടേ? അവർ ചുമ്മാ സംസാരിച്ചു പോരും. ഇതിപ്പോ മകനേക്കായ കഷ്ടമുള്ള മകനേക്കായല്ല, അങ്ങനെയല്ല. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണം. ഇയാളെന്നാ പഴപ്പം ചോദിച്ചേക്കണം. അധ്യാപകരല്ലേ? ഇത്ര അധ്യാപകർ ഇങ്ങനെ സംസാരിക്കണം. മര്യാദ സംസാരിക്കുന്നത് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് ഇവിടുത്തെ പിള്ളേരെ ബോധവൽക്കരിക്കാൻ വേണ്ടിട്ട് വന്നാണ്. മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഒരു പോരാട്ടം നടത്താൻ വേണ്ടി സാറൊരു പ്രത്യേക ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് ഞാൻ ഇത്ര നേരം ഉണ്ടായിരുന്നത് നിങ്ങൾ പറഞ്ഞ ആളായിട്ടല്ല, ഞാനിതെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഇത്രയും സമയം നിങ്ങളെല്ലാം സംസാരിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ന്യായീകരിക്കുകയല്ലാതെ തെറ്റാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോടോ? പിന്നെ നിങ്ങളിവിടെ കിടന്ന് വാചാലനാകുന്ന കേട്ടല്ലോ, കുറേ ഒച്ചപ്പാടും മകളും കേട്ടല്ലോ. ഇപ്പം എന്നൊന്നും മിണ്ടാനില്ലേ?
ആദ്യം മക്കളുടെ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കണം. ആര് കാണിക്കണം? മാതാപിതാക്കൾ കാണിക്കണം. അത് കഴിഞ്ഞാണ് അധ്യാപകർക്ക് റോള്. മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ പിള്ളേർ എന്താ കാണിക്കുന്നത്? മുഴുവൻ അക്രമമല്ലേ. തല തല്ലി പൊളിക്കുക, കുത്തുക, വെട്ടുക, ഇതൊക്കെയാണ്. നിങ്ങൾക്കറിയാവോ, മാരകമായ കെമിക്കലാണ് ഈ പിള്ളേർ അകത്താക്കുന്നത്. ഇവിടെ നോക്കൂ, 10 വർഷത്തിനുള്ളിൽ ഇവരുടെ ആന്തരിക അവയവങ്ങളെല്ലാം നശിച്ച് ഈ പിള്ളേർ ഇല്ലാണ്ടായി പോകും. അതെങ്ങനെയാ? വല്ല കേസ് കൊടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ ഉറവിടമൊക്കെ ഞങ്ങൾക്കറിയാം എവിടുന്നാ വരുന്നത്. കേരള പോലീസ് അത്ര ബ്രില്യൻ്റ് ആണ്. പക്ഷേ എന്തെങ്കിലും കേസ് എടുത്താൽ ഉടനെ ഇടപെടുകയാണ് രാഷ്ട്രീയക്കാർ. അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, പിള്ളേരെ തൊടാൻ പാടില്ല. ശരിയല്ലേ അമ്മേ? ഞാൻ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയണം. അത്രയും മാരകമായ രീതിയിലേക്ക് നമ്മുടെ യുവതലമുറ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ മാതാപിതാക്കളും അധ്യാപകരും ഞങ്ങൾ പോലീസുകാരും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് നിന്നിട്ട് മാതൃകാപരമായി നമുക്ക് ഒരുമിച്ച് പോരാടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ കുട്ടികൾ IAS-ഉം IPS-ഉം ഇല്ലേ അതുപോലെയുള്ള വലിയ വലിയ നിലയിലെത്തുള്ളൂ. അതിനുവേണ്ടി നിൽക്കണം. അല്ലാതെ മക്കളെ ന്യായീകരിച്ച് മക്കൾക്ക് വേണ്ടി ഇവിടെ വന്ന് സാറന്മാരെ തെറിപറയല്ല വേണ്ടത്. മനസ്സിലായില്ലേ? സാറ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടല്ല സാറേ. ഞങ്ങൾ രക്ഷകർത്താക്കൾക്കൊക്കെ ഒരു പരിധിയുണ്ടല്ലോ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പണ്ട് അധ്യാപകരുടെ ഒരു ചൂരൽവടി ഉണ്ടായിരുന്നു. അതെന്ന് അധ്യാപകരുടെ നിന്ന് പോയോ അന്ന് മുതൽ പിള്ളേർ വഴിതെറ്റാൻ തുടങ്ങി. സാറേ, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ ഒരു വടി വാങ്ങും എൻ്റെ മകന്. അവൻ എന്ത് തെറ്റ് കാണിച്ചാലും സാർ അവനെ തല്ലി. ഒരച്ഛനെന്ന നിലയിൽ എനിക്കൊരു പരാതി. എനിക്ക് പരാതി ഉണ്ട് സാറേ. സാറേ, ഇവരൊക്കെ പറഞ്ഞതുപോലെ എനിക്കും പറയണമെന്ന് ആഗ്രഹമുണ്ട്. അവനെ തല്ലിക്കോ വഴക്ക് പറഞ്ഞോ എന്നൊക്കെ. പക്ഷേ ഇവിടെ വന്ന് ഞാൻ അവനെ കുറ്റം പറഞ്ഞിട്ടാണ് വീട്ടിൽ ചെല്ലുന്നതെന്നറിഞ്ഞ് ഒന്നെങ്കിൽ അവൻ നാട് വിട്ടു പോകും, അല്ലെങ്കിൽ ബ്ലേഡ് എടുത്ത് അവൻ്റെ കൈഞ്ഞരമ്പ് മുറിക്കും. ഇതും അല്ലെങ്കിൽ വല്ല കത്തിയെടുത്ത് ഞങ്ങളുടെ പള്ളക്ക് കയറ്റും. ഞങ്ങൾ എന്താ സാറേ ചെയ്യേണ്ടത്? സാറേ, ഒരമ്മയ്ക്ക് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ, അവനെ പെറ്റുപോയല്ലോ എന്നുള്ളൊരു വേദനയാ സാറേ.